ആന്റി, അത് വേറൊന്നുമല്ല. ശിവാനി പോയതിനു ശേഷം ഇവൻ അത്യാവശ്യം കള്ളുകൂടിയൊക്കെ അങ്ങ് തുടങ്ങി. ഒരു വിധത്തില് ഇവനൊന്ന് നേരെയാക്കി കൊണ്ടുവന്നപ്പോ ഒരു പെൺകുട്ടിയുമായി ഇവനൊരടുപ്പം തോന്നി. ഞാൻ പഠിപ്പിച്ചിരുന്ന സ്കൂളില് ഇപ്പൊ പഠിപ്പിക്കുന്ന ടീച്ചറാണ് പുള്ളിക്കാരി. പേര് ഐശ്വര്യ. നല്ല കുട്ടിയാ. അത് നല്ല കാര്യമല്ലേ? അതെ അതെ. പക്ഷേ ഇന്നലെ ഇവർക്കിടയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പൊ ഇവൻ വിളിച്ചിട്ട് ആ കുട്ടി ഫോൺ എടുക്കുന്നില്ല. ഞാനും ഗൗതമും കൂടി ആ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യാൻ ഒരാളെ കാണാൻ വേണ്ടി പോവാ. ഗൗതം റെഡിയായി വന്നു തോന്നുന്നു. ഞാനും എന്നാ പിന്നെ ഇറങ്ങട്ടെ. നീ ഇപ്പോഴും അടുക്കള പണിയിലാണോ? പോണ്ട നമുക്ക്. ഞാൻ റെഡിയായിട്ട് നിൽക്കുക ഗൗതം, നമുക്കിറങ്ങാം. ഞങ്ങൾ ഇറങ്ങാം. കാര്യങ്ങളൊക്കെ ഏട്ടത്തി പറഞ്ഞു. ഇനി എന്റെ ആകെ പ്രതീക്ഷ ഉള്ളത് ഏട്ടൻ മാത്രമാ. എല്ലാം നല്ലതായിട്ട് തന്നെ വരും. ആരെയും വിഷമിപ്പിക്കാത്ത നല്ലൊരു ജീവിതം നിനക്ക് കിട്ടുകയും ചെയ്യും. നിധി, നമുക്കിറങ്ങാം. ആ പ്രണവേ, പോയിട്ട് വരാമേ. ആന്റി, ഞങ്ങൾ ഇറങ്ങാം. മോൻ വിഷമിക്കാതിരിക്കേ, ഐശ്വര്യയുടെ പിണക്കൊക്കെ മാറും. എന്തിനാ ഗൗതം ഇത്ര സസ്പെൻസ്? ആരെ കാണാനാ വന്നതെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ചില കാര്യങ്ങൾ കണ്ടറിയുമ്പോൾ കിട്ടുന്നൊരു ഞെട്ടലും ആ ഞെട്ടലിന്റെ ഒരു സുഖവും പറഞ്ഞറിഞ്ഞാലൊന്നും കിട്ടില്ല. ഓ പിന്നെ ആ ദേ ആ കക്ഷി വിളിക്കുന്നുണ്ട്. ആ അതെ, അവിടെ തന്നെ. ഞാൻ അവിടെ നിൽപ്പുണ്ട്. ശരി. ആ ഇനി ഒരു 100 മീറ്റർ അത്രേ ഉള്ളൂ. വന്നോളൂ. ആ ഓക്കെ. ആള് തൊട്ടടുത്തെത്തി. തൽക്കാലം നിങ്ങൾ പരസ്പരം കാണണ്ട. നീ അങ്ങോട്ടൊന്ന് മാറി നിന്നോ. എന്തിനാ ഗൗതം ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുന്നതി. നീ ഒന്ന് മാറി നിൽക്കേ പ്ലീസ്. ഈ ഗൗതമിന്റെ കാര്യം കൊണ്ട് തോറ്റു. ദേ ആള് വന്നു കഴിയുമ്പോ ഞാൻ ഇങ്ങ് വരും കേട്ടല്ലോ. ആ